ദിവസം ഒരു തട്ടിപ്പിന്റെ വാർത്ത വന്നു. തട്ടിപ്പിന്റെ വാർത്ത അനന്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ തട്ടിപ്പ് നടത്തിയ അനന്തു എന്ന ചെറുപ്പക്കാരൻ തട്ടിപ്പ് നടത്തുകയാണ്. അയാൾ 1000 കോടിയുടെ തട്ടിപ്പ് നടത്തി എന്നാണ്. കേരളത്തിന്റെ ബജറ്റ് വായിച്ചത് ആകെ 1200 കോടിയുടെ അല്ലെ? കഴിഞ്ഞ ദിവസം ബജറ്റ് വായിച്ചത് ഏകദേശം 1000 കോടിയുടെ ബജറ്റാണ് വായിച്ചത്. ഇയാൾ 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയത്രേ. മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, MLA-മാർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. എല്ലാവരുടെയും പറ്റിച്ചിട്ടുണ്ട്. നാട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുഴുവൻ ജനങ്ങളെ പറ്റിച്ചു. 200 NGO-കളെ പറ്റിച്ചു, ആയിരക്കണക്കിന് ആളുകളെ പറ്റിച്ചു, 1000 കോടി രൂപയിലധികം പണം തട്ടിയെടുത്തു. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന് എന്താ പണി? കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന് എന്താ പണി? ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലേ ഈ റിപ്പോർട്ട് കൊടുക്കേണ്ട ആളുകൾ? മുഖ്യമന്ത്രിയെ കണ്ട ഒരാൾ, വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട ഒരാൾ, MLA-മാരെ മുഴുവൻ കണ്ട ഒരാൾ, പഞ്ചായത്ത് മെമ്പർമാരെ കണ്ട ഒരാൾ, പഞ്ചായത്ത് ഭാരവാഹികളെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കണ്ട ഒരാൾ, നിരന്തരമായി പറ്റിക്കുന്ന ഒരാൾ 1000 കോടി കേരളത്തിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോയ ഒരാൾ സുഖവാസത്തോടുകൂടി ഇത്രയും കാലം ജീവിച്ചു. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്? അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടും എന്താ മുഖ്യമന്ത്രി നിശബ്ദമായി നിൽക്കുന്നത്? ചോദ്യം ഉണ്ടാകണ്ടേ? അപ്പൊ DYFI-കാരന്റെ ഒരു മാർച്ച് നജീബ് കാന്തപുരം MLA-യുടെ ഓഫീസിലേക്കാണ്. ഞാൻ DYFI-കാരനോട് ചോദിക്കുന്നത്, ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ മാർച്ച് നടത്തേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ വസതിയിലേക്കാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്കതിന്? ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പറ്റിക്കപ്പെടുമ്പോ, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിക്കപ്പെടുമ്പോ, അധികാരം കൈക്കുമ്പിളിൽ ഉണ്ടായിട്ടും നിശബ്ദമായി നിന്ന് ഇവിടെ പറ്റിക്കപ്പെടുന്ന ഒരാൾ, അനന്തു എന്ന് പറയുന്ന ഒരാൾ, ആയിരക്കണക്കിന് കോടി രൂപ ഈ പാവപ്പെട്ട ജനങ്ങളോട് പറ്റിച്ചു പോകുന്നു എന്ന് റിപ്പോർട്ട് ടാബിൽ ഉണ്ടായിട്ടും നിശബ്ദമായി നിന്ന് പിണറായി വിജയന്റെ ഓഫീസിലേക്കല്ലേ മിസ്റ്റർ DYFI നിങ്ങൾ മാർച്ച് നടത്തേണ്ടത്?